സംസ്ഥാനത്ത് കൊടും ചൂടിന് ശമനമില്ല. ഇന്ന് പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യത. 12 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്നും, ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്നും, ദിൽഷ തിലകൻ കോഴിക്കോട് നിന്നും ചേരുന്നു. ആദ്യം റിനു ശ്രീധറിലേക്കാണ്. റിനു, സംസ്ഥാനത്തൊട്ടാകെ ഉഷ്ണതരംഗത്തിന്റെ അതീവ ഒരു ജാഗ്രതയിലാണ് സംസ്ഥാനമൊട്ടാകെ. അലർട്ടുകളുണ്ട്. 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നു. എന്തൊക്കെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്? ഇന്ന് ഏതെല്ലാം രീതിയിലാണ് ഈ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ഉള്ളത്? ഗുഡ് മോർണിംഗ് സൂര്യശ്രീ, രസ്ന. എന്തായാലും സംസ്ഥാനത്ത് 12 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാട്, ഇടുക്കി ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് പൊതുവെ കനത്ത ചൂടാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല. ഇന്ന് നിലവിൽ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 4 മുതൽ 5 ഡിഗ്രി വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും അതുപോലെ തന്നെ 39 ഡിഗ്രി സെൽഷ്യസ് വരെ കൊല്ലത്തും, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പല വിധത്തിലും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം 30-ാം തീയതി വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കനത്ത ചൂട് തന്നെയാണ്. വൈദ്യുതി മുടങ്ങാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മുടങ്ങും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സൂര്യാഘാതവും ഏൽക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ഒരാൾ സൂര്യാഘാതമേറ്റ് മരണം സംഭവിക്കുന്ന അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 16 പേർക്കാണ് നിലവിൽ സൂര്യാതപം ഏറ്റിരിക്കുന്നത് ഇന്നലെ മാത്രം എന്നുള്ളൊരു കണക്ക് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം മുന്നറിയിപ്പുകളായി നൽകുന്നുണ്ട്. ഈ മുന്നറിയിപ്പെല്ലാം തന്നെ സാധാരണക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരും കൃത്യമായി തന്നെ പാലിക്കണം. പ്രത്യേകിച്ച് ഈ സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാർ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ പൊതുവെ വെയിലിൽ പണിയെടുക്കുന്നത് അവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും കനത്ത ചൂട് തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. റിനു, അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഈ താപനില ഉയരുന്നു, ഉഷ്ണതരംഗമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാത്രികാലങ്ങളിലൊക്കെ തന്നെ ഒരു അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് വരികയാണ്, പവർ കട്ട് വരുന്നു. ഇതിലെല്ലാം തന്നെ ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും. കാരണം നിലവിൽ സംസ്ഥാനത്ത് ഇതുവരെയും ഗവൺമെന്റ് ഭാഗത്ത് നിന്നൊരു ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് മാത്രം 1.5 മണിക്കൂറിലധികം വിവിധ ഇടങ്ങളിൽ പ്രാദേശിക മേഖലകളിൽ വൈദ്യുതി തടസ്സമുണ്ടായി എന്നുള്ളതാണ് പലരും പരാതികളായി ഉന്നയിച്ചിട്ടുള്ളത്. ഈ KSEB ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ അവർക്കും ഒരു പരിധിയുണ്ട്. കാരണം അമിതമായിട്ടുള്ള വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതിൻ്റെ ഭാഗമായി ട്രാൻസ്ഫോമറുകളിൽ ലോഡ് താങ്ങാതെ ട്രാൻസ്ഫോമർ പോലും നശിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ അമിത വൈദ്യുതി ഉപഭോഗം, പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തടസ്സം, ഇതെല്ലാം തന്നെ സംസ്ഥാനത്തെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്തായാലും ഈ ലോഡ് ഷെഡിംഗ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും 1/2 മണിക്കൂറോളം ലോഡ് ഷെഡിംഗ് ഉണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് പ്രഖ്യാപിക്കാതെ, അതായത് ഒരു മുന്നറിയിപ്പ് നൽകാതെ അത്തരം നടപടികളിലേക്ക് സർക്കാർ പോകുന്നത്, അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പ് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. പെട്ടെന്ന് പകൽ സമയങ്ങളിലും രാത്രികളിലും ഒരു പ്രത്യേക സമയമില്ല അറിയിക്കാതെ ഈ വൈദ്യുതി മുടങ്ങുമ്പോൾ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കൃഷ്ണ, സൂര്യശ്രീ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.